നിങ്ങളോടല്ല അമ്മ പറതിക്ക് കല്യാണം വേണ്ട, ഒരു കുന്തം വേണ്ട, ഒരു സ്വൈര്യം തരുമോ? എടി ശാന്യ വാതില് തുറക്ക് എടി. വല്ലാത്തൊരു പെണ്ണത്, മനസ്സിനെടുങ്ങാറാക്കാനായിട്ട് പറയുന്ന എത്തും കേക്കരുത്. വല്ലാത്തൊരു ഇടങ്ങാറങ്ങ്. ഓ താത്ത എന്റെ ഞാന് തൊണ്ടെന്തോ ഒരു കാരണമായിരിക്ക്. അതില് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിങ്ങാണ്ട് കുടിച്ചല്ലിട്ടേ അങ്ങനെ വന്നു. വെള്ളമാണ് എന്നോട് പറഞ്ഞൂടെ, ഞാൻ അതാക്കി തരില്ലേ. ഇതിപ്പോ കഴിഞ്ഞതൊക്കെ ഒരു വലിയ പണിയാണ്. ഞാൻ ഇപ്പൊ വലിയ ഇടങ്ങാറില് നിക്കാണ്. എന്തേ? ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യൊക്കെ ഞാൻ ഇപ്പൊ ഷാനിനോട് പറഞ്ഞു. ഓളാണെങ്കിൽ തീരെ കൂട്ടക്കണില്ല ഒരു കല്യാണത്തിന്. തന്നെ ചെത്താ കാട്ടന്റെ അറിയില്ലോട് ഇവിടെ തന്നെ നിക്കാന്നേക്കു കരുതുന്നത്. എത്താ അറിയില്ല ഈ ഒരു കാര്യം. ഇനി ഷാനിനാണെങ്കിൽ പോകാൻ കുറച്ച് ദിവസമുള്ളൂ. അതിന്റെ അടുത്ത് കല്യാണം ശരിയായി കിട്ടും വേണോ. ഇവിടെ ഇവിടെ നിർത്തിയാൽ ഈ അടുത്ത പോക്കിലോ വന്നാൽ ഇതന്നെയല്ലേ അവസ്ഥ ഉണ്ടാകുക. അറിയില്ല എത്താ കാട്ടണ്ടേന്നുള്ളത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവള് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് പൊക്ക മുടങ്ങുന്നത്. പെണ്ണിനാണെങ്കിൽ പറഞ്ഞിട്ടും തിരിയണില്ല. ഓളിപ്പോ സമ്മതിച്ചിട്ടുണ്ടാവൂലേ? അത് വേറെത്തും ആകൂല. അല്ലേ ആദ്യത്തിൽ തന്നെ ഇതായിങ്ങാണ്ട് നിക്കല്ലേ, മനസ്സൊന്നും ശരിയായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നോക്കാതാണ് കെട്ടിച്ചേണ്ടി വരും. കാണാൻ വരലൊന്നും മാണ്ട വെച്ചുണ്ട്. ഇല്ലാത്തപ്പ ഞാൻ പറയതിന് എത്താച്ച് പറയുന്നതേ. അത് പിന്നെ ഓട് ഇതൊന്നും ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റൂല, കാണാൻ വരും കാട്ടൊന്നും ചോദിച്ചാൽ എത്തിച്ച് പറയുന്നത് പെണ്ണെ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളാണ്. നമ്മൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഓരോ ഇല്ലാതൊക്കെ നടത്തും കാട്ടും കിട്ടില്ല. അതിലേറെ വലിയ കൊല്ലാത്തേക്കാരും. അതുകൊണ്ട് അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞ കുട്ടിക്ക് നിങ്ങളും പറഞ്ഞു നോക്കിയല്ല അപ്പത്തെ കാട്ട് പറഞ്ഞിട്ടോ കേക്കണില്ല. ആദ്യം കുറച്ച് സമാധാനാണ്, എന്നാ തന്നെ ഒക്കെ ശരിയാക്കും. അത് കുട്ടി സമ്മതിച്ചു. ഇപ്പോഴത്തെ ഒരിട്ടില്ല. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ കുട്ടിക്ക് നിങ്ങൾ സംസാരിച്ച ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും. നമ്മളാരും പറഞ്ഞാൽ ചിലപ്പോൾ എന്തോ ഒരു ഇതില് നടക്കുകയാണ്. സുഖമില്ല. കാണിച്ചും കണ്ടൊക്കെ വന്ന് വെച്ചാല് എന്നോട് പറഞ്ഞ മനസ്സിലാക്കും. പറഞ്ഞ മനസ്സിൽ പറയിച്ചാണെങ്കിൽ ഈ ഒരു മനസ്സടങ്ങാറോണ്ട് എത്താ കാട്ടന്റെ അറിയില്ല. നിൽക്കാനും വെച്ച് ഇരിക്കാനും വെച്ച് ഇതൊന്ന് ശരിയായി കിട്ടണം. എന്നാലേ ഇപ്പൊ എനിക്കൊരു ശ്വാസം നേരെ വെക്കുള്ളൂ. ഇപ്പൊ ഇങ്ങനെ വിചാരിച്ച് ബേജാറായി നടക്കണ്ടേ. ഞാൻ ആ നേരത്തിന് പറഞ്ഞ എന്നെ മനസ്സിലാക്കിക്കോളാം. അത് വെറുതെ അതിൻ്റെ അടുത്ത് ചാടാൻ അതുകൊണ്ടായിട്ട് ഒരു കാര്യം കിട്ടൂല. ഞാനേ ആ മീന് നന്നാക്കിയിട്ടും കൂടിയില്ല. ഞാൻ ഇതിന്റെ ഒരു ഇതില്ലേ ആകെ അന്തം വിട്ട് നടക്കേനി. നിങ്ങൾ ഏതായാലും ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ ചിലപ്പോ നല്ല ഇതിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കേൾക്കാരം. ഞാൻ അതൊന്ന് ശരിയാക്കട്ടോ. എന്നാ വെച്ചാൽ എന്റെ പണിയൊക്കെ തെച്ചെടുക്കാൻ നോക്കുക. വിചാരിച്ച് ബേജാറാണ്. ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കി. സമ്മതിച്ചാ മതിയേനി പെണ്ണ്. ഷാനിയെ അമ്മായിയെ ഇരിക്കേ. ഇരിക്കേ ഷാനിയെ. ഞാൻ കുറച്ചേരായി വന്നിട്ട്. ഉമ്മ പറഞ്ഞു നിങ്ങള് വന്നു. ഞാൻ നോക്കിയപ്പോ നിങ്ങൾ നിസ്കരിക്കണ്ട്. പിന്നെ അങ്ങോട്ട് പോന്നു. അല്ല ഹോസ്പിറ്റലിൽ കാണിച്ചാൻ പോയതാണെന്നൊക്കെ പറഞ്ഞു. എന്താ ഇപ്പൊ 2 ദിവസമായിട്ട് സുഖമില്ല. എന്തോ തലവേദനയും പനിയൊക്കെ ആയിട്ട് 2 ദിവസം പാരസെറ്റാമോളൊക്കെ കുടിച്ചു നോക്കി. കുറവില്ല. അപ്പൊ പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി കണ്ട് കാണിച്ചു പോന്നു. ചോറ് വെച്ച് ഗുളികയൊക്കെ കുടിച്ചാൽ നോക്കി നോക്കി. പിന്നെ അമ്മായിക്കൊരു കാര്യം പറയുന്നുണ്ട്. എന്താ അമ്മായി പറഞ്ഞോളൂ. അമ്മായിന്റെ കുട്ടിയെ അമ്മായി പറയുന്നതൊന്ന് കേൾക്കിട്ടോ. എന്താ വെച്ചാല് അതിനെക്കൊണ്ട് ആർക്കും ഇവിടെ ഒരു ഇടങ്ങേറുമില്ല. ഫസ്റ്റെങ്കില് എനിക്കറിയില്ലേ എന്റെ സാധനം ഇപ്പൊ ഗൾഫിന്നൊക്കെ വന്നിട്ടുണ്ടല്ലേ കല്യാണം നോക്കാനും കാട്ടാനും. നമ്മളെ നാട്ടിലത്തെ ഒരിതാണ് ഇപ്പൊ അത്. എന്താ വെച്ചാല് പെൺകുട്ടിനെ കെട്ടിച്ചാണെങ്കില് ആ വീട്ടില് നാത്തൂമാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കില് ഭയങ്കര പണിയാണ് ആങ്ങളാർക്ക് കല്യാണം ശരിയായിട്ട്.
ഇത് കാരണം എന്റെ ആങ്ങളാക്ക് ഒരു ഇടങ്ങേറ് വരുന്നത് ഒക്കെ എനിക്ക് സഹിച്ചാൻ പറ്റൂലല്ലോ. അമ്മയെ ഞാൻ റെഡിയാകാത്തിന്റെ ഒക്കെ കാരണം ഞാനാണെന്ന് എന്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. എന്താ ചെയ്യ? അമ്മക്ക് മനസ്സിലാകേ പക്ഷെങ്കില് അപ്പൊ നാട്ടുകാർക്ക് അറിയില്ലല്ലോ. അമ്മായിന്റെ കുട്ടി കാര്യം ചെയ്യും. അമ്മായി നല്ലൊരു കല്യാണം കുറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ഉണ്ടെന്നുള്ളൂ. ഏതായാലും ഇപ്പൊ എനിക്കൊരു കുട്ടിയാലും ഇത് നോക്കില്ല. അതേമാതിരി സ്വന്തം കുട്ടിയെ പറ്റി നോക്കിയാണ് ഞാൻ വേറെ ഒത്തും തോന്നില്ല. ഇത് വെൽക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ ഓൽക്കും ഒരു ഗതികേടല്ല ഇപ്പൊ അത്. ഗതികേടാണെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. പൂർണ്ണ അവസ്ഥ ഞാൻ കാട്ടൂലേ. അന്നൊന്നും ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വന്ന് നോക്കുമ്പോഴെല്ലാവർക്കും ഇടങ്ങേറായത്. ഭർത്താവ് വീട്ടാറ് എല്ലാരും കുറ്റപ്പെടുത്തി ഞാനൊക്കെ മടുത്തുകണ അമ്മായി. കുട്ടി വിഷമിച്ചാൻ വേണ്ടിട്ട് പറഞ്ഞതല്ലേ. ഇത് നല്ല ബന്ധാണ്. അല്ലാത്തപ്പോ അമ്മായി ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ഏതായാലും ഇപ്പൊ അതങ്ങനെ ആയില്ലേ. ഇനിയിപ്പോ വേറെ നോക്കന്നെ മാണല്ലോ. പെൺകുട്ടികള് വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് അറിയാലോ ഓർത്തുള്ള സ്ഥിതിയാണ്. അപ്പൊ പിന്നെ ഇത് ഇതിന് സമ്മതിച്ചളാ. എന്നാ ഓക്കന്നെ ഓരോ ആശ്വാസം കിട്ടും. ആദ്യം തൊട്ട് മനസ്സറിഞ്ഞാണ്ട് അച്ഛമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ആരച്ചങ്ങൾ വരാൻ പറഞ്ഞു. കുഴപ്പമില്ല, നീ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആരച്ച കെട്ടിച്ച് കാട്ടം വെച്ച് ചെയ്തോ. കൊണ്ട് ഒരു ഇടങ്ങേറും വേണ്ട. എത്തിന് അമ്മായിന്റെ കുട്ടിക്കാരിയുണ്ട്. നല്ല കാര്യല്ലേ പറഞ്ഞിട്ടുണ്ട്. കുട്ടി വിഷമിച്ചണ്ട. അങ്ങനെ വന്നപ്പോ കരഞ്ഞത് അമ്മായി. പിന്നെ എന്റെ അമ്മാന്റെ അടുത്തൊന്നും പോയി പറഞ്ഞാൽ എനിക്ക് ഇതിന് സമ്മതമാണ്. ഓളിങ്ങനെ അവിടെ മനസ്സും പൊട്ടി നടക്കുകയാണ്. ഇപ്പൊ ഇതിന് സമ്മതമില്ല എന്നൊക്കെ പറഞ്ഞു എന്നോടും വന്ന് പറഞ്ഞു. ഞാൻ പോയി പറഞ്ഞോണ്ട് ഉമ്മനോട് കുഴപ്പമില്ല. എനിക്ക് മുട്ടും കാലൊക്കെ നല്ല വേദന. കുറച്ചേരം അവിടെ പോയി കാല് കൂട്ടട്ടെ. വന്നിട്ടില്ലേ എന്റെ അടുത്ത് കൂടി ഒന്ന് വരട്ടെ വിചാരിച്ചിങ്ങാണ്ടേ കുറച്ചേരം നടപ്പോയി കണ്ട് കരച്ചു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു വേദന കൊണ്ട് യാത്ര ചെയ്ത് വന്നതല്ലേ അതിന്റെ ധിക്കാരം. അപ്പൊ ഒന്ന് ചെന്നുങ്ങാണ്ടേ എന്റെ ഉമ്മാനോടും കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. വിഷമിച്ചൊന്നും വേണ്ട. ഇങ്ങനെ തന്നെയൊക്കെ എന്റെ ജീവിതമൊക്കെ കേട്ടോ. ഗുളികൊക്കെ കുടിച്ചാ മറക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ എന്തിനാ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എനിക്ക് ഇത്ര ഇറങ്ങിയറിയുന്നുണ്ടെങ്കിൽ അമ്മന്റെ വാക്ക് ഞാൻ കേൾക്കല്ലേ ചെയ്തിട്ടുള്ളൂ. ഇത്രയായിട്ട് അവിടെ എനിക്ക് എന്തോരം സുഖേന്. എനിക്കാണെങ്കിൽ പൊന്നു പോലെ നോക്കണ്ടേനത്. അവിടെ പോകുന്നതിന് ഒരു ഡ്രസ്സോ എന്തിന് ഹോസ്പിറ്റലിൽ പോകുന്നതിന് പോലും ആരും കൂടെ പോരാനോ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാനോ ഒന്നിനും ഇല്ല. ഇത്രയ്ക്ക് അടിഞ്ഞാറാകും ഞാനുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ നോക്കുക. അവിടെ എനിക്ക് എന്തൊരു സുഖേന്. ഓരോടൊക്കെ അങ്ങനെ കാണിച്ചു ശിക്ഷീകാരം പഠിച്ച എനിക്ക് പോയി തരുന്നത്. ആർക്കും എന്നെ കൊണ്ടൊരു ഇടുന്നറും വേണ്ട. ഇവിടുന്ന് പോയൊക്കെ ശരിയാകൂല. അത് നമ്മളെ മനസ്സ് കാണാൻ ആരുമില്ലല്ലോ. ഏതായാലും ഉമ്മാനോട് പോയി പറയട്ടെ. അതുകൊണ്ട് ആർക്കും ഇടുന്നറാവണ്ട. എന്റെ ഷാനോ എത്താച്ച് കാട്ടന്റെ അറിയില്ല. ഈ പെണ്ണിനോടാണെങ്കിൽ പറഞ്ഞിട്ട് തിരിയില്ല. നല്ലൊരു ബന്ധാണ് അമ്മായി കൊടുക്കുന്നത്. നിങ്ങളെത്തിനാ അമ്മ ഞോളെ സമ്മതം കാത്തിക്കുണ്ട്? ആണ് നടത്താൻ നോക്കാന്നല്ലാതെ ഞോളെ സമ്മതത്തിന് നിക്കുക. അപ്പൊ നിങ്ങളാണ് ഓക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഓളത്തെ കത്തിക്കുന്നത് കാലാകാലം ഇവിടെ നിക്കാന്നാണോ അമ്മ? ആ എന്താ ജാനി നിങ്ങൾ പറഞ്ഞ ഏത് കല്യാണത്തിനാണെങ്കിലും എനിക്ക് സമ്മതമാണ്. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഏതാ വെച്ചാൽ കൊണ്ടുവരിക നടത്തി എന്താ ചെയ്തോളൂ. ഓ അലഹംദുലില്ലാഹ് സമാധാനായത്. എന്റെ സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയി നടത്താൻ തന്നെയാ തീരുമാനിച്ചു. അതെനിക്കറിയാം. എനിക്ക് കല്യാണം നടത്താൻ മതിയല്ലോ. അതിനും വേണ്ടിട്ട് ഇപ്പൊ എനിക്ക് ഏതായാലും എനിക്ക് കുഴപ്പമില്ലാന്ന്. ഉണ്ടല്ലോ ജാനു, എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് സമ്മതിച്ച് കിട്ടണ തന്നെ വലിയ ഭാഗ്യാണ്. എനിക്ക് ഇത്രക്ക് ഇറങ്ങാറാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പ്രത്യേകിച്ച് കൊണ്ടുവരണ്ടില്ലേ. ഞാൻ അവിടെ തന്നെ നിൽക്കൂലേന്. ഉമ്മാന്റെ കുട്ടി ഇവിടെ നിൽക്കുന്നതിന് ഉമ്മാക്കൊന്നും ഉണ്ടായിട്ടല്ല. ഇവിടുത്തെ കാര്യമൊന്നും മനസ്സിലാക്ക്. ഈ ഷാനുവിന് ഇനി പോകാൻ കുറച്ച് ദിവസമുള്ളൂ. അതിന്റെ അടുക്കൊണ്ട് കല്യാണം ഒന്നും ശരിയാകണ്ടേ. എല്ലാവർക്കും ഈ പെങ്ങൾ ഇവിടെ കെട്ടിച്ച് നിൽക്കുക പറഞ്ഞിട്ടുള്ള
ഇതാണ് ഒന്നും അവന് ശരിയാകാത്തത്. എല്ലാരും പോണതിനൊക്കെ വേണേ പറ്റുന്നുണ്ട്, ഇതൊക്കെ വേണേ അങ്ങോട്ട് പറ്റുന്നുണ്ട്, ഒക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു കാര്യം കൊണ്ടാണ്, വേറൊത്തോണ്ടും അല്ല കേട്ടോ. നിങ്ങൾ നീ കാണാൻ കാണാൻ വന്നിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന ആരാച്ചാ കെട്ടിയതാ എന്താച്ചാ ചെയ്തോണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിക്കൊന്ന് സമ്മതിച്ചാൻ തോന്നിയല്ലോ, അതിനെ വലിയ ഭാഗ്യം. ഞാനേ അടുപ്പത്ത് കറി വെച്ചത് ഒന്ന് പോയോക്കൂട്ടോ. കറിയല്ലേ, ഞാൻ നോക്കാം. എന്റെ ഷാനു, അപ്പളാ എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ പെണ്ണ് സമ്മതിച്ചൂലെന്നുള്ള വർത്താനം പറഞ്ഞതില് ചെത്താ കാട്ടന്റെ അറിയണില്ലേ. ഇജ്ജ് നട്ടത്ത് അങ്ങോട്ട് കയറുണ്ട്, എനിക്ക് അടുപ്പത്ത് പണിയുണ്ട്. ഇല്ല, ഞാൻ പോവുകയാണ്. എന്നാ ഇജ്ജ് പോയി വാ. ആയിക്കോട്ടെ. പിന്നെ രാത്രിക്ക് എന്തെങ്കിലും കറി വെക്കാൻ വേണ്ടി കോട്ടനാണ്ടി, അമ്മായിയൊക്കെ ഉള്ളതല്ലേ. ഞാൻ പോവുകേട്ടെന്നാ. പോയിട്ട് വാ. അൽഹംദുലില്ലാഹ്, അപ്പോഴാണ് സമാധാനായത്. എങ്ങനെങ്കിലും ഒന്ന് നടന്നിട്ടിയാ മതി, കാണാൻ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല.